അപ്പോ ശരത്തേട്ടാ, സ്നിഷ, എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇതാ ഇവിടെ അവസാനിക്കാറായി. അപ്പോ നിങ്ങൾ രണ്ടുപേരെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങൾ ക്ഷണിച്ചില്ലെങ്കിൽ ഞാൻ വരും. വീട്ടിലെ വിളക്കിനെ കുറിച്ച് പറഞ്ഞു തീർന്നിട്ടില്ല, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. വീട്ടിലെ വിളക്കായിട്ടുള്ള നമ്മുടെ വിസ്മയ കൂടെ തന്നെയുണ്ട്. വിസ്മയ്ക്ക് തന്നെയാണോ വീട്ടിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്? അങ്ങനെ എത്തിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് വിനയചന്ദ്രൻ. അങ്ങനെ എത്തി നിൽക്കുക. അങ്ങനെ വിനയചന്ദ്രന്റെ ആഗ്രഹമില്ലായിരുന്നു, പക്ഷേ തന്റെ അനിയത്തിക്ക് ആ കഴിവുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു സംശയത്തിൽ നിൽക്കുമ്പോഴാണ് അനിയത്തി ആ ചുറുചുറുക്കോടുകൂടി വന്ന് ആ ഭാരമെല്ലാം ഏറ്റെടുക്കുന്നത്. വിസ്മയുടെ വിസ്മയങ്ങൾ ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, നിങ്ങൾക്കില്ലെങ്കിൽ ഞങ്ങൾക്കുണ്ട്. ഫ്ലവേഴ്സ് അങ്ങനെ ഒരുപാട് സീരിയലുകൾ അങ്ങനെ ഒത്തിരി കുത്തിനിറച്ച് ചെയ്യാറില്ല. ചെയ്തേക്കുന്ന സീരിയലൊക്കെ തന്നെയും അത് നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത്. അതിന്റെ ഒരു പട്ടികയിൽ ഇത് അടുത്തൊരു ഹിറ്റും കൂടെ വരുന്നു. നല്ലതേ തരൂ. അല്ല, ഇപ്പൊ വീട്ടിലെ വിളക്ക് കാണുന്ന പല പ്രേക്ഷകരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വിനയചന്ദ്രന്റെ കല്യാണം ഉടൻ തന്നെ നടക്കുമെന്നാണ്. വിസ്മയ സമ്മതിക്കില്ല ആദ്യം, പക്ഷേ സമ്മതിക്കേണ്ട വിസ്മയ കുറച്ച് ദീർഘദർശനം ഉള്ള വ്യക്തിയാണ്. അപ്പൊ ചില കാര്യങ്ങൾ നടന്നാൽ മാത്രമേ ഈ കല്യാണം നടക്കാൻ പാടുള്ളൂ എന്ന് ഏട്ടനോട് ധൈര്യസമേതം ഉപദേശിക്കുകയല്ല. നമ്മുടെ ഞാനൊന്ന് പഠിച്ചിറങ്ങട്ടെ, എന്നിട്ട് ചേട്ടൻ കല്യാണം കഴിച്ചോളൂ. എന്നാലും കുട്ടിയുടെ പഠിത്തത്തിന് വേണ്ടി ചേട്ടന്റെ ജീവിതം ഇങ്ങനെ നിർത്തി കളയാനൊക്കെ പറഞ്ഞല്ലേ? അല്ല ചേട്ടൻ, എന്റെ ആകെ ഉള്ളൊരു ടെൻഷൻ എന്താന്ന് വെച്ചാല് ചേട്ടൻ കല്യാണം കഴിച്ച ചേട്ടന്റെ ലൈഫായിട്ട് മുന്നോട്ട് പോവല്ലോ. അപ്പൊ കുടുംബത്തിനെ അത് വേറെ കാര്യമുണ്ട്. മൂത്തൊരു അനിയത്തി ഉണ്ട്. ആ അനിയത്തിയുടെ കല്യാണം നടന്നിട്ടില്ല, കല്യാണ പ്രായമായി. ചേട്ടന്റെ അനിയത്തി. അതാണ്. അപ്പൊ സ്വന്തം കാര്യം നോക്കാനല്ല. പക്ഷെ വിനയചന്ദ്രൻ ഈ കല്യാണം നടത്തിയേ പറ്റൂ. അതിന് വേറൊരു കാര്യമുണ്ട്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഫെബ്രുവരി 15 ശനിയാഴ്ച ആരംഭിക്കുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ. പിന്നെ ശരത്തേട്ടൻ മാത്രല്ല, നമ്മുടെ സ്നിഷയും നല്ല ഡാൻസറാണ്. പാട്ട് ഞാൻ പഠിച്ചിട്ടില്ല. ഇപ്പൊ ഈ ശരത്തേട്ടൻ പാടുമ്പോ ഞാൻ അവിടെ ഇരുന്ന് എന്റെ അടുത്ത് ശരത്തേട്ടൻ പറഞ്ഞു നീ പാട് എന്ന് പറഞ്ഞിട്ട്, അപ്പൊ ഞാൻ ഇങ്ങനെ ഇരിക്കുക, ഞാൻ എന്റെ രീതിയിൽ ഇങ്ങനെ പാടി തുടങ്ങിയപ്പോ ശരത്തേടെ ഫോണിൽ ശ്രുതി. ഞാൻ ശരത്തേട്ട ഇതെന്താ? എനിക്കിതൊന്നും അറിഞ്ഞൂടാ, എനിക്കിത് അറിയില്ല ശരത്തേട്ട, എനിക്ക് എന്റെ രീതിയിൽ പാടാൻ അറിയാം. അപ്പൊ രണ്ടുപേരും ഞങ്ങൾക്ക് വേണ്ടി അഗ്നി സാക്ഷിയായിലത്താലി ചാർത്തിയൻ ആദ്യാനുരാഗം ധന്യമാകും മന്ത്രകോടിയിൽ ഞാൻ മൂടി നിൽക്കവേ ആദ്യാഭിലാഷം സഫലമാകും നാനാളറിയെ കൈപിടിക്കും തിരുനാടകശാലയിൽ ചേർന്നു നിൽക്കും നാലാളറിയെ കൈപിടിക്കും തിരുനാടകശാലയിൽ ചേർന്നു നിൽക്കും യമുനാ നദിയായി കുളിരല ഇളകും നിലവിൽ അമ്പലപ്പുഴൈ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം എല്ലിയോതി വന്നുവോ കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ തൃപ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവെക്കുവാനോടി വന്നതാണു ഞാൻ രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ ഗോപകന്യയായോടി വന്നതാണു ഞാൻ. വെരി ഗുഡ്, വെരി സൂപ്പർ. ഇത്ര നല്ലൊരു ഗായിക ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നോ? ഇതാണോ ശ്രുതിയിട്ട അറിയില്ല. അസലായിട്ട് പാടിയിട്ട് ബ്യൂട്ടിഫുൾ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. പാട്ട് പാടിയ ആളാണ് പറഞ്ഞത്, അതിനപ്പുറം ഒന്നും വേണ്ട. ഒന്നും വേണ്ട എനിക്ക്. താങ്ക് യു സോ മച്ച്. എന്റെ ഒരു സംശയം എന്താ അറിയോ, ഈ വിനയചന്ദ്രന്റെ മുമ്പിൽ വിസ്മയായി, അഗ്നിസാക്ഷിയായി, പിന്നെ താലി ചാർത്തണം, നാടകശാലയിൽ ചേർന്നതൊക്കെ പറയുന്നത് നിന്റെ കല്യാണം നടത്താറായി വിനയേട്ട. വിനയേട്ടന് ഒരു അളിയന്റെ ആവശ്യമുണ്ടോ? നീ ആയിട്ട് അളിയനായിട്ട് വേണമെന്നില്ല.
അപ്പൊ വിനയചന്ദ്രന്റെയും വിസ്മയുടെയും കഥ വീട്ടിലെ വിളക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ കാണുക. ഇനിയും നിങ്ങൾ സ്വീകരിക്കുക. വൻ ഹിറ്റാക്കി മാറ്റണമെന്ന് വിനീതമായി ഞാൻ അപേക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും ഇപ്പൊ ഹിറ്റായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ നമ്മുടെ വീട്ടിലെ വിളക്ക് ആരംഭിച്ചിട്ട്. അപ്പോ ഫ്ലവേഴ്സിലെ എല്ലാ പ്രേക്ഷകരും ഇരുകൈ നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് നമ്മുടെ വീട്ടിലെ വിളക്കിനെ. അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും. ടോപ്പ് സിംഗേഴ്സിലെ എല്ലാ കോntestants-നും കലാകാരന്മാർക്കും ജഡ്ജസിനും എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം. അപ്പൊ ഇനി 100ാമത്തെ എപ്പിസോഡിൽ കാണാം. അപ്പോഴും ഇതേ വേദിയിൽ കാണാം. ഞങ്ങൾ 1000 എപ്പിസോഡിനും കൂടി വരുവേ. വരണം. അപ്പോഴും ഇതേ വേദിയിൽ 500ാമത്തെ എപ്പിസോഡ് ഓടിച്ചോണ്ടിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പൊ പ്രേക്ഷകരോട് എല്ലാരോടും നമുക്ക് പറയാം, ഇന്ന് രാത്രി 8:30 വീട്ടിലെ വിളക്ക് കാണാൻ മറക്കണ്ട. ഇന്നും കുറച്ച് ട്വിസ്റ്റുകളൊക്കെ ഉള്ളതാണ്. ട്വിസ്റ്റ് ഉണ്ടല്ലേ? എല്ലാരും കാണുക 8:30 മറക്കരുത്. അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇന്ന് തൽക്കാലത്തേക്ക് ഒരു ടാറ്റ ബൈ അല്ലേ? ടാറ്റ ബൈ, സീ യു. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഫെബ്രുവരി 15 ശനിയാഴ്ച ആരംഭിക്കുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.